അയ്യപ്പനും പോറ്റിയും 9,000 കോടിയുമായി രാജ്യം വിട്ട വിജയ് മല്യ ആണ് കേരളത്തിൽ ഇപ്പോ ഹീറോ. ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത് 1998-ലാണ്. UB ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വിജയ് മല്യ വഴിപാടായിട്ടാണ് ഇത് നടത്തിയത്. അതിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് 9,000 കോടി. അത് വേറെ കാര്യം. പോറ്റിയിലേക്ക് വരാം. ആകെ 30.3 കിലോ സ്വർണമാണ് അന്ന് ഉപയോഗിച്ചത്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക രേഖകളിലുമുണ്ട്. അതുകൊണ്ട് 30.3 കിലോ സ്വർണം കൊണ്ട് ശ്രീകോവിലിന്റെ മേൽക്കൂരയും 4 ചുവരുകളും കൊത്തുപണികളും, സീലിംഗ്, നാഗരൂപങ്ങൾ, കലശങ്ങൾ, കാണിക്കവഞ്ചി എന്നിവയ്ക്കൊപ്പം 2 ദ്വാരപാലക ശില്പങ്ങളിലും ഈ സ്വർണം കൊണ്ട് പൂശി അല്ലെങ്കിൽ പൊതിഞ്ഞിരുന്നു. മൊത്തം ഏകദേശം 600 ചതുരശ്ര അടിയോളം 12 പാളികൾ പൊതിഞ്ഞുവത്രേ. ഇത് സ്വർണം ഇലക്ട്രോപ്ലേറ്റിംഗ് ആയിരുന്നില്ല, ചെമ്പുപാളികൾക്ക് മുകളിൽ 12 ലെയറുകളായി ഒറിജിനൽ സ്വർണ്ണത്തകിടുകൾ പതിപ്പിക്കുകയായിരുന്നത്രേ. 1998-ൽ ഒറിജിനൽ സ്വർണ്ണത്തകിടുകളിൽ പൊതിഞ്ഞ കവചം 2019-ൽ ചെമ്പുപാളിയായി മാറിയതെങ്ങനെ? അപ്പോ ഏകദേശം 8 ചതുരശ്ര അടി മാത്രം ഉള്ള ദ്വാരപാലക ശില്പങ്ങളിൽ ഉള്ള സ്വർണ്ണ പാളികൾ നിന്ന് മാത്രം 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടു. മോഷ്ടിച്ചു എങ്കിൽ 600 ചതുരശ്ര അടിയിൽ നിന്നും ഒരു 500 കിലോ സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടാകും. വിജയ് മല്യ വഴിപാടായി നൽകിയത് ഒറിജിനൽ 30.3 കിലോ സ്വർണമോ അതോ 30 ടൺ സ്വർണമാണോ? എന്തായാലും നമുക്ക് സ്വർണ്ണത്തകിടും മല്യടക്കം നഷ്ടപ്പെട്ടു. ശരി, വാനമുക്ക് പുകമറ നീക്കാം. സ്വർണം പൂശിയെന്നും സ്വർണ്ണ പാളി കൊണ്ട് പൊതിഞ്ഞു എന്നും പറഞ്ഞാൽ കേരളീയർക്ക് പൊതുവായ അർത്ഥത്തിൽ ഒന്നുതന്നെയാണ്. പക്ഷേ സാങ്കേതികമായി നോക്കുമ്പോൾ ഇവയ്ക്കിടയിൽ വ്യത്യാസമുണ്ട്. സ്വർണം പൂശി എന്നത് ഗിൽഡിംഗ്, പ്ലേറ്റിംഗ്, കോട്ടിംഗ്, അതായത് വളരെ നേർത്ത മൈക്രോണുകളിൽ ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങൾ, ശില്പങ്ങൾ, ശ്രീകോവിലിന്റെ മേൽക്കൂര, സീലിംഗ് എന്നിവയുടെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗത പൂശൽ രീതിയാണിത്. 30 കിലോ സ്വർണം കൊണ്ട് ഒരു ക്ഷേത്രം മറ്റു വസ്തുക്കൾ പൂശാൻ സാധ്യത കാണുന്നു. ഇനി സ്വർണ്ണ പാളി ക്ലാഡിംഗ്, ഷീറ്റിംഗ് മിനിമം മില്ലിമീറ്ററുകളിൽ വസ്തുവിനെ പൊതിഞ്ഞതായി അർത്ഥമാക്കുന്നു. പക്ഷേ 30 കിലോ സ്വർണം കൊണ്ട് ശബരിമല ക്ഷേത്രം മറ്റു വസ്തുക്കൾ കട്ടിയുള്ള തകിടുകൾ കൊണ്ട് 12 തവണ പൊതിയാൻ ആകില്ല. ശബരിമലയുടെ കാര്യത്തിൽ സ്വർണം പൂശി എന്ന പ്രയോഗമാണ് കൂടുതൽ ശരിയായത്. ശാസ്ത്രീയമായി കണക്കുകൾ നോക്കാം. ആകെ സ്വർണം 30.3 കിലോ, പാളികളുടെ എണ്ണം 12, ഏകദേശ വിസ്തീർണം 600 ചതുരശ്ര അടി, ഏകദേശം 55,742 ചതുരശ്ര സെന്റിമീറ്റർ. സ്വർണത്തിന്റെ സാന്ദ്രത P 17.5 ഗ്രാം പെർ ക്യൂബിക് സെന്റിമീറ്റർ. 12 പാളികളുടെ മൊത്തം കനം T 0.0031 സെന്റിമീറ്റർ. ഒരു പാളിയുടെ കനം T സിംഗിൾ 0.0026 സെന്റിമീറ്റർ അഥവാ 2.6 മൈക്രോൺ. 12 പാളികളായി പൊതിഞ്ഞാൽ ആകെ 31 മൈക്രോൺ കനമുള്ള ഒരു സ്വർണ്ണ കവചമാണ് ഉണ്ടാകുന്നത്. ഇത് ഒറിജിനൽ സ്വർണ്ണപ്പാളി എന്നതിനേക്കാൾ അതീവ നേർത്ത ഒറിജിനൽ ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നതാണ് നല്ലത്. ദ്വാരപാല കവചങ്ങൾ ഏറ്റവും മികച്ച നിലവാരമായ വെർമെയിൽ രീതിയിൽ 31 മൈക്രോൺ പൂശിയാൽ പോലും 403 ഗ്രാം സ്വർണം മാത്രമേ വരൂ. ഇതിൽ നിന്നും 4.5 കിലോ നഷ്ടപ്പെട്ടു, അപഹരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ദുരന്തമാണ്. സ്വർണം മാഞ്ഞോ എന്ന ചോദ്യം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റപ്പെട്ട വിഷയമാണ്. രാഷ്ട്രീയ നാരേറ്റീവ് മോഷ്ടിച്ചു എന്നത് ഒരു വിശ്വാസ സമുദായത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആരോപണമാണ്.